എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കുണ്ടായിരുന്ന ഒരു സംശയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ സമ്മറിൽ എന്ത് ഭംഗിയായിട്ടാണല്ലേ മരങ്ങളൊക്കെ നിന്നിരുന്നത്, നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ആയിട്ട് അടിപൊളി ഫ്രൂട്ട്സും എല്ലാം ഇവിടെ എന്ത് നട്ടാലും ഉണ്ടാകുമായിരുന്നേ. കണ്ടോ, ആപ്പിള്, മുന്തിരി, അതേപോലെ നട്ട്സുകൾ എന്നു വേണ്ട പലതരത്തിലുള്ള ഫ്ലവേഴ്സ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. നല്ല ഫുള്ള് പച്ചപ്പായിട്ടാണ് ഇവിടെ നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും സ്പ്രിങ് വന്നു. സ്പ്രിങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇലകളെല്ലാം ഒരു യെല്ലോയിഷ് കളറിലോട്ട് മാറി. നല്ല ഗ്രീനായിട്ട് നിന്നിരുന്ന ഇലകളാണ് എല്ലാം മഞ്ഞ കളറായിട്ട് മാറി. അങ്ങനെ മഞ്ഞ കളറായിട്ട് നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതെല്ലാം നല്ല ഓറഞ്ച് കളറിലോട്ട് മാറി കേട്ടോ. ഓറഞ്ച് കളറായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ എല്ലാ മരങ്ങളും കാലിയായി. ഒറ്റ ഇല പോലും ഇല്ലാണ്ട് എല്ലാം കാലിയായി. എന്നാൽ മരങ്ങൾക്ക് വലിയ കേടൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇവിടെ എങ്ങനെ അത് വർക്കാവും? ഈ മരങ്ങളൊക്കെ ഫാസ്റ്റിംഗ് ആയിരിക്കുമോ? അടുത്ത ഏപ്രിൽ മെയ് വരെ ഈ മരങ്ങൾ ഫാസ്റ്റിംഗ് ആയിരിക്കുമോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അപ്പം ഇതെന്തായിരിക്കും എന്ന് അന്വേഷിച്ച് നിങ്ങളിനി ആരും ഗൂഗിൾ തപ്പി പോകണ്ട കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഇലകൾ സ്പ്രിങ്ങിലും സമ്മറിലും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഷുഗർ ശേഖരിച്ച് റൂട്ടിൽ വെക്കും അത്രേ. ആ റൂട്ടിൽ നിന്നാണ് ഈ വിൻ്ററിൽ അവർ ഭക്ഷണം എടുക്കുന്നത്. അപ്പം വിൻ്ററിലേക്ക് വേണ്ട ഷുഗർ അവർ ഓൾറെഡി സ്പ്രിങ്ങിലും സമ്മറിലും ശേഖരിച്ച് റൂട്ടിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇലകളില്ലെങ്കിലും 5-6 മാസം ഫാസ്റ്റിംഗ് കൂടാതെ ജീവിക്കാൻ പറ്റും അത്രേ. അപ്പോൾ ഈ മരങ്ങൾ നമുക്കൊരു പാഠം തരുന്നുണ്ട്. അതായത് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്